ഹലോ ഗൈസ്, അപ്പോൾ ശ്രീരഞ്ജ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പാർട്ട് 3 ആണ്. പറക്കുംതളിക ബസ് ഉണ്ടാക്കണത്. ഇത്ര എത്തി ഇതിൻ്റെ ഉള്ളിലത്തെ മെയിൻ വർക്കൊക്കെ നമ്മൾ ഇപ്പോൾ ചെയ്യും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു സംഭവം എടുക്കും. ഇത് നമ്പർ പ്ലേറ്റ് ഇങ്ങനെ ഒട്ടിക്കും. അതിനായിട്ട് ഫസ്റ്റ് നമുക്കൊരു പെയിൻറ് എടുക്കാം. ഇതിൽ മൊത്തം ബ്ലാക്ക് ആക്കണ്ടത്. ഇതിലും ബ്ലാക്ക് ആക്കാൻ പറ്റും, പക്ഷെ ഇതിലെഴുതി കാരണം പറ്റില്ല. അപ്പോൾ അത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ ഡാർക്ക് ആക്കാം. ഇതിപ്പോൾ ഇങ്ങനെ 2 പീസ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങട്ടെ. എന്നിട്ട് ഇത് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മൾ നോക്കിയിട്ടല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗൈസ്, എന്നിട്ട് നമുക്ക് ഇങ്ങനെ മടക്കി കൊടുത്ത് ഇങ്ങനെ കിട്ടും കേട്ടോ ഗൈസ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചെടുക്കാം. അതിന് മുമ്പേ ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണ്ട നമുക്ക്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. അതിന് നമ്മൾ ഇങ്ങനത്തെ ഒരു പീസ് എടുക്കണം. ഇതൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക ഗൈസ്. എന്നിട്ട് ഇങ്ങനെ വെട്ടുക മതി. നമ്മുടെ സാധനം ശരിയായി. ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആദ്യം നമുക്ക് അതിന് ഇങ്ങനെ കുറേ പേപ്പർ വേണം കേട്ടോ, അല്ലാണ്ട് പറ്റില്ല. എന്നിട്ട് ഒട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ ഗൈസ്, പാർട്ട് 3 വീഡിയോ കൂടുതൽ ലെങ്ത് ആവേണ്ട വെച്ചിട്ടാണ് ഞാൻ അത് ഇപ്പോൾ അതിന് പുറത്ത് പെയിൻറ് ചെയ്യണത് എടുക്കാത്തത്. പുറത്ത് പെയിൻറ് ചെയ്യണത് പാർട്ട് 4 എടുക്കും. ഉള്ളിൽ പെയിൻറ് ചെയ്യണത് ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ പാർട്ട് 3 തന്നെ നമുക്ക് പെയിൻറ് ചെയ്യാം. വീഡിയോ കൂടുതലാവേണ്ട വെച്ചിട്ടാണ് പാർട്ട് 2 2 പ്രാവശ്യം എടുത്തത്. വീഡിയോ കൂടുതലാവുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ പാർട്ട് 2 അങ്ങനെ എടുത്തു. പാർട്ട് 3 നമുക്ക് 2 പ്രാവശ്യം എടുക്കാം, കാരണം ഇത് കുറേ ചെയ്യാണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് ബെഡ് ഉണ്ടാക്കാം ഇവിടെ. അപ്പോൾ ബെഡിനുള്ളതാണ്. അപ്പോൾ ഗൈസ്, ഇതിലിടണത് നമുക്ക് ഇത് പാർട്ട് 3 വേറെയിൽ ഇടാട്ടോ. ഇതൊക്കെ ഒട്ടിച്ച് വെക്കണത് കാരണം ഇതിന് ഭയങ്കര ലോങ് ആവും വീഡിയോ, അതുകൊണ്ടാണ് കേട്ടോ. പാർട്ട് 3 2 പ്രാവശ്യം എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കണതൊക്കെ പാർട്ട് 3 രണ്ടാമത്തേലാണ് വയ്ക്കുക. ഇപ്പോൾ ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, ഇനിയുള്ള പരിപാടി ഗ്യാസ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഗ്യാസിനുള്ള ഒരു റെഡ് പെയിൻറ് എടുക്കാം.
വാട്ടർ പെയിന്റ് ആണ് കേട്ടോ. അപ്പോൾ ഗായ്സ് ഇത് ഇനി ബെഡിനാണ് കളർ കൊടുക്കേണ്ടത്. ബെഡിന് നമ്മൾ കൊടുക്കുന്നത് ഒരു ലൈറ്റ് നീല കളറാണ് കേട്ടോ. അത് തന്നെയാണ് ബെഡിങ് കൊടുക്കാൻ പോകുന്നത്. ലൈറ്റ് നീല. അടുത്ത വീഡിയോയിൽ ഇത് ഉറപ്പിച്ച് കൊടുക്കണതൊക്കെ നമ്മൾ വീഡിയോ എടുക്കും കേട്ടോ. അടുത്ത വീഡിയോയിൽ പാർട്ട് 3 തന്നെയാണ് കേട്ടോ. പാർട്ട് 3 2 പ്രാവശ്യം എടുക്കുന്നുണ്ട്. പാർട്ട് 4 നമ്മൾ പുറത്തെ ഭാഗം പെയിന്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിനും കൂടി കൊടുക്കാൻ പോകണം കേട്ടോ. ഇതെല്ലാം മടക്കി വയ്ക്കാം. എന്നിട്ടാണ് ഇവിടെ ഒരു സീറ്റ് വെക്കാം. നമുക്ക് ഒരു സീറ്റ് വെക്കാം. എന്നിട്ട് ഇവിടെ ഒരു സ്റ്റെയറിങ്ങും ഗിയറും കൂടി വെക്കാം. നിലത്ത് നമുക്കിതാ ഒരു ബ്ലാക്ക് കളർ കൊടുക്കാം. ഇനി നമ്മൾ അടുക്കളയാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് ഇങ്ങനത്തെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് നമ്മുടെ നേരത്തെ ബ്ലാക്ക് കൊടുത്തത് കുറച്ചും കൂടി വെള്ളമാക്കിയിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. നമ്മൾ അടുക്കള റെഡിയാക്കിയതാ. അതിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെയാണ് കേട്ടോ. ഇതാ അതിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് സീറ്റ് ഇതാ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ സ്റ്റെയറിങ് ഇതായത് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കാം. ഇവിടെ ഗിയർ നമുക്ക് വാഷ് എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളിതാ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെയാണ്. അപ്പോൾ ഗൈസ് പാർട്ട് 3 ആണ് ഇനി. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇനി പാർട്ട് 3 ഇതെല്ലാം നല്ല ഭംഗിയിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നതായിരിക്കും. ഇങ്ങനെതെല്ലാം ഇങ്ങനെ ഉറപ്പിച്ച് കൊടുക്കും പശ കൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.